ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പമുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ബി.ജെ.പി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രഖ്യാപനം നടപ്പാക്കാനുള്ള ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാകും ഫലത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ സ്വാധീനിക്കുക അല്ലെങ്കിൽ ബാധിക്കുക? അല്ല, പ്രഥമ ദൃഷ്ടിയ ആകർഷകമായി തോന്നിയേക്കാവുന്ന ഒരു നിർദ്ദേശമാണ് ബി.ജെ.പി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട ആയി മാറിയിട്ടുമുണ്ട്. പക്ഷെ നമ്മുടെ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഭരണ സമ്പ്രദായമാണ് ജനാധിപത്യ രാജ്യങ്ങളിലുള്ളത്. ഒന്ന് അമേരിക്കയിലെ പോലെ പ്രസിഡൻഷ്യൽ രീതി, മറ്റൊന്ന് ബ്രിട്ടനിലെ പോലെ അല്ലെങ്കിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് പോലെ ഉള്ള പാർലമെന്ററി രീതി. ഈ പാർലമെന്ററി രീതി എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരും. നിശ്ചിത കാലാവധി പൂർത്തിയാക്കാൻ ഒരു മന്ത്രിസഭയ്ക്കും ഒരു ഗവൺമെന്റിനും അവസരം കിട്ടാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അമേരിക്കയിലെ പോലെ ഒരു ഫിക്സഡ് ടെന്യൂർ എന്ന ഇവിടങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ ഈ പ്രായോഗികമായ വൈഷമ്യത്തെ എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത് എന്ന കാര്യം മറ്റ് പലരെയും പോലെ കൗതുകത്തോടെ തന്നെയാണ് ഞാനും വീക്ഷിക്കുന്നത്. എന്റെ സൈദ്ധാന്തികമായി അല്ലെങ്കിൽ തത്വത്തെ അടിസ്ഥാനമാക്കി എന്തെല്ലാം നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും പ്രായോഗികമായി പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ ആ സ്പിരിറ്റിന് അനുസൃതമായി ഈ ഫിക്സഡ് ടെന്യൂർ എന്ന ആശയം കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ ഫിക്സഡ് ടെന്യൂർ എന്ന ആശയം ഇല്ലെങ്കിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് അത് നിശ്ചിത കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് പ്രായോഗികമാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലും എനിക്ക് വലിയ സന്ദേഹവും സംശയവുമുണ്ട്.